ഹായ് ഫ്രണ്ട്സ്, സാജാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് സദ്യ സാമ്പാറാണ്. എങ്ങനെ സദ്യ സാമ്പാർ ഉണ്ടാക്കാം എന്ന് നമുക്ക് വീഡിയോയിൽ കൂടി കാണാം. വരൂ. സദ്യ സാമ്പാർ ഉണ്ടാക്കാൻ ആവശ്യമായ പച്ചക്കറികൾ, ഒട്ടുമിക്ക എല്ലാ പച്ചക്കറികളും നമ്മൾ ഉപയോഗിക്കും ഈ സാമ്പാർ ഉണ്ടാക്കാനായിട്ട്. നമ്മൾ പച്ചക്കറിയെല്ലാം എടുത്ത് വച്ചിരിക്കുകയാണ്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാൻ പോവുകയാണ്. അതരിഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ചരുവം അടുപ്പിൽ വെച്ച ശേഷം ഒരു 4 ലിറ്റർ വെള്ളം ഒഴിച്ചു. ആ വെള്ളം ചൂടായ ശേഷം നമ്മൾ പരിപ്പ്, 1 കിലോ പരിപ്പ് ആ ചരുവത്തിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പരിപ്പ് ഒന്ന് വെന്ത ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചക്കറികൾ, വിവിധ തരം പച്ചക്കറികളുണ്ട്. ഒട്ടുമുക്കാൽ എല്ലാ പച്ചക്കറികളും നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്നത് ആണ്. അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചക്കറികൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഏതാണ്ടൊരു 6 കിലോയോളം പച്ചക്കറികൾ ഉണ്ട്. വിവിധതരം പച്ചക്കറികൾ 6 കിലോയോളം വരും. അത് നമ്മൾ വെന്തിരിക്കുന്ന ആ പരിപ്പിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന സാമ്പാറാണ്. സദ്യ സാമ്പാർ ആണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഒരു 50 പേർക്ക് കൊടുക്കാനുള്ള സദ്യ സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ്. എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് വിവരങ്ങളൊക്കെ പറയണേ. എല്ലാവർക്കും സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ അറിയാം, എങ്കിലും ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള സാമ്പാറാണ്. ഇങ്ങനെ ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഒന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മൾ അടപ്പ് തുറന്ന് നോക്കിയിരിക്കുകയാണ് വെന്തോ ഇല്ലയോ എന്ന്. ഇനി ഒരു 1/2 കിലോ കൊച്ചുള്ളി പൊളിച്ചത് ആ സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഇടുമ്പോഴാണ് സാമ്പാറിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് കൊച്ചുള്ളി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കായം, ഒരു 50 ഗ്രാം കായം ഇട്ട് കൊടുക്കാം. 25-ൻ്റെ 2 കവറിലുള്ള കായമാണ്. ടോട്ടൽ 50 ഗ്രാം. അതും കൂടി ആ സാമ്പാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഏതാണ്ടൊരു 4-5 സ്പൂണോളം ഉപ്പ് വേണ്ടതായിട്ടുണ്ട്. ഉപ്പിടുമ്പോൾ അവരവരുടെ ഭാഗത്തിനാണ് ഇടുന്നത്. അതിനുശേഷം നമുക്ക് മസാലപ്പൊടി, സാമ്പാർ മസാല, ഒരു 200 ഗ്രാം മസാലയാണ് ഈ സദ്യ സാമ്പാറിനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ 200 ഗ്രാം മസാല അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത ശേഷം നല്ലവണ്ണം ഇളക്കി വീണ്ടും നമുക്ക് ഒന്ന് വെന്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ചെറിയ സദ്യകളൊക്കെ നടത്തുന്നെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു മെത്തേഡാണ് ഈ സദ്യ സാമ്പാർ. അല്ലാതെ വീട്ടിലും ഉണ്ടാക്കാം. ഇതിൻ്റെ കുറച്ച് മതി. വീട്ടിലൊക്കെ ഉണ്ടാക്കാനാകുമ്പോൾ കുറച്ച് മതി.
വാളൻ പുളി ഒരു 100 ഗ്രാം വാളൻ പുളി പിഴിഞ്ഞത് നമ്മൾ ആ സാമ്പാറിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നൂറ് ഗ്രാം വാളംപുളി മതിയാവും ഇത്രയും സാമ്പാറിന്. അധികമായാൽ പുളി കൂടാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പരുവത്തിനുള്ള പുളിയേ ഉള്ളൂ. ഇനി നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും വെണ്ടയ്ക്കയും ഇട്ട് കൊടുക്കാം. സാമ്പാർ ഏതാണ്ട് ഒരു 3/4 ഭാഗം വെന്ത ശേഷമേ ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് വെന്ത് അളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സാമ്പാർ വെന്ത ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയായി കിട്ടും. അത് വെന്ത് അലിയേണ്ട ആവശ്യമില്ല, വെന്താൽ മതി. നമ്മുടെ ഈ സാമ്പാർ വെക്കാൻ മൊത്തം ഒരു 2 മണിക്കൂർ വേണ്ടി വരും. നമുക്ക് നോക്കാം എന്തായെന്ന്. വേവുന്നതേ ഉള്ളൂ, ആയിട്ടില്ല. നമ്മുടെ സദ്യ സാമ്പാർ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പുണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഉപ്പില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ കണക്കിനോട് ഉപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടാത്തത്. നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള സാമ്പാറാണ്. എല്ലാവരും സാമ്പാറൊക്കെ ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഈ മെത്തേഡിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. എൻ്റെ പ്രോത്സാഹനമൊക്കെ എല്ലാവരും തരുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സാമ്പാർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആ സാമ്പാറൊന്ന് വാങ്ങി വയ്ക്കാം. സാമ്പാറിന് കടുക് വറുക്കാനുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാം. അതിനായിട്ടൊരു ചീൻചട്ടി നമ്മൾ അടുപ്പിലോട്ട് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒരു 100 ഗ്രാം വെളിച്ചെണ്ണ ചീൻചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ 2 സ്പൂൺ കടുക് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടിയ ശേഷം ഒരു 4 കൊച്ചുള്ളി അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അത് മൂത്ത ശേഷം നമ്മൾ ഉലുവ ഒരു 2 സ്പൂൺ ഉലുവയും ഒരു 1.5 സ്പൂൺ ചെറിയ ജീരകവും കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് ശകലം മൂപ്പിക്കുന്നു. അതിന് വലിയ തീ വേണ്ട, ശകലം മതി, കരിഞ്ഞു പോകരുത്, അത് ശ്രദ്ധിക്കണം. അതിനുശേഷം വറ്റല മുളക് ഒരു 4-5 മുളക് ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. അതും ഒന്ന് മൂത്ത ശേഷം ഒരു 5 തണ്ട് കറിവേപ്പിലയും കൂടി
അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. അതും മൂത്ത ശേഷം നമ്മൾ സാമ്പാറിലോട്ട് ഒഴിക്കുന്നതാണ്. നമ്മുടെ സദ്യ സാമ്പാർ അങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കറിവേപ്പിലയും നല്ലോണം ഒന്ന് മൂത്തോട്ടെ. ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം. റെഡിയായി. നമ്മൾ വീണ്ടും സാമ്പാർ അടുപ്പിലോട്ട് ഒന്ന് വെച്ച ശേഷം അങ്ങനെ നമ്മുടെ സദ്യ സാമ്പാർ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ രുചികരവും നല്ലതുമായിട്ടുള്ള സദ്യ സാമ്പാർ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കടു വറുത്ത് വെച്ച അത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് അവസാനമായിട്ട് ആ സാമ്പാറിൻ്റെ മുകളിലോട്ട് മല്ലിയില അരിഞ്ഞത് ഒരു 4 തണ്ട് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ആ സാമ്പാറിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതോടുകൂടി നമ്മുടെ സദ്യ സാമ്പാറിൻ്റെ പണി തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അത് സെർവിനായിട്ട് വിവിധ പാത്രങ്ങളിലോട്ട് മാറ്റിയെടുക്കാം. നമ്മുടെ കളർഫുള്ളായിട്ടുള്ള സദ്യ സാമ്പാർ ഇവിടെ റെഡിയായിരിക്കുകയാണ്. വളരെ ടേസ്റ്റുള്ള സാമ്പാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു.